ഏറ്റവും ബഹുമാന്യരായ വിശ്വാസികളെ, മുസ്ലിം സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കർമ്മങ്ങൾക്ക് ഇരട്ടികളായി പ്രതിഫലം തരാമെന്നും പാപങ്ങളേറെ പുറത്തു തരാമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള പുണ്യങ്ങളുടെ പെരുമഴക്കാലമായ പരിശുദ്ധ റമളാനിൻ്റെ പുണ്യദിനരാത്രങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് മനമുരുകി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നാളെ പാരത്രികമായ ലോകത്ത് സത്യനിഷേധികൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ഭീകരമായ നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെട്ട് സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രപഞ്ചനാഥൻ ഒരുക്കി വെച്ച സ്വർഗപൂങ്കാവനത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി ലഭിക്കുക, ഭാഗ്യം ലഭിക്കുക എന്നതാണ്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ ധാരാളക്കണക്കിന് ആരാധനകളും അമലു സ്വാലിഹാത്തുകളും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. 5 നേരം കൃത്യമായി നമ്മൾ ഓരോരുത്തരും നമസ്കാരം നിർവഹിക്കുന്നു. ത്യാഗപൂർണമായ ആരാധനയായ നോമ്പ് നമ്മൾ ഓരോരുത്തരും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. മാനവ സമൂഹത്തിൻ്റെ വഴികാട്ടിയായി ജീവിതരേഖയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ധാരാളം സമയം നമ്മൾ മാറ്റിവെക്കുന്നു. ചോര നീരാക്കി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്നും അള്ളാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സ്വർഗം നേടുക എന്ന ലക്ഷ്യത്തോടെ ധാരാളക്കണക്കിന് ആരാധനകളും അമലു സ്വാലിഹാത്തുകളും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ നന്മകൾ ചെയ്തു മുന്നേറുന്നതോടൊപ്പം തന്നെ തിന്മകളിൽ നിന്നും ബോധപൂർവം മാറി നിൽക്കാനും വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ നമ്മൾ ത്യാഗം ചെയ്ത് നിർവഹിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള നന്മകളെയെല്ലാം അത് തകർത്ത് തരിപ്പണമാക്കും എന്ന് പ്രമാണങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ നോമ്പെന്ന് പറയുന്ന ഇബാദത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ, സുബ്ഹ് മുതൽ മഗ്രിബ് വരെ 13 മണിക്കൂറിന് മുകളിലാണ് നമ്മൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ പട്ടിണി കിടക്കുന്നത്. ഈ ഒരു വലിയ ത്യാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യണമെങ്കിൽ അനാവശ്യമായ വർത്തമാനങ്ങളും അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും മാറ്റിവെക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട്. അതിനൊരാൾ തയ്യാറല്ലെങ്കിൽ കുറ്റകരമായ വർത്തമാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അരുതേ എന്ന് പറഞ്ഞിട്ടുള്ള തിന്മകളും അതിൽ നിന്നും മാറി നിൽക്കാൻ ഒരാൾക്ക് മനസ്സില്ലെങ്കിൽ അവൻ പട്ടിണി കിടക്കേണ്ടതില്ല, അല്ലെങ്കിൽ അവൻ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബഹു. മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി, മോശമായ വാക്കുകളും മോശമായ പ്രവർത്തനങ്ങളും ഒഴിവാക്കാൻ ഒരാൾ തയ്യാറല്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബഹു, അവൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നത് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, കമ്മിൻ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലാ ളമഅ. എത്രയെത്ര നോമ്പുകാരാണ്, അവർ ദാഹം സഹിച്ചു, വിശപ്പ് സഹിച്ചു എന്നല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു പരിഗണനയും പ്രതിഫലവും ലഭിക്കാത്ത എത്രയെത്ര നോമ്പുകാരുണ്ട്. വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലാ സഹർ. എത്രയെത്ര രാത്രി നമസ്കാരക്കാരുണ്ട്,
അവർ ദീർഘമായി ഉറക്കം ഒഴിവാക്കി അള്ളാന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിക്കുന്നു എന്നല്ലാതെ, ഉറക്കം നഷ്ടമായി എന്നല്ലാതെ യാതൊരു കൂലിയും കിട്ടാത്ത എത്രയെത്ര രാത്രി നമസ്കാരക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് സമയം ഉറക്കം ഒഴിവാക്കി പടച്ച റബ്ബിന്റെ മുമ്പിൽ ദീർഘനേരം എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നു. ഫർളുകൾക്ക് പുറമെ ഐച്ഛികമായ നമസ്കാരങ്ങളും സുന്നത്ത് നമസ്കാരങ്ങളിലും കണിശത കാണിക്കുന്നു. എന്നാൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള തിന്മകൾ, അതിൽ നിന്നും മാറി നിൽക്കാൻ ഒരാൾക്ക് മനസ്സില്ലെങ്കിൽ, അതിനവൻ സന്നദ്ധനല്ലെങ്കിൽ, അവൻ്റെ ഈ ത്യാഗങ്ങളെല്ലാം പൊളിഞ്ഞു പോകും, അതെല്ലാം നിഷ്ഫലമായി തീരും, ഫലശൂന്യമായി പോകും എന്നാണ് പ്രമാണങ്ങൾ വിശദീകരിക്കുന്നത്. അത്തരത്തിലുള്ള തിന്മകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ കലാമിലൂടെ പഠിപ്പിക്കുന്നത് ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നാണ്. തീർച്ചയായും ശിർക്ക് ഏറ്റവും വലിയ അക്രമമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ശിർക്ക് ഒരാളുടെ ജീവിതത്തിൽ വന്നുപോയാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്തെ ഹറാമാക്കും, നിഷിദ്ധമാക്കും എന്നാണ് ഖുർആൻ താക്കീത് നൽകുന്നത്. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, തീർച്ചയായും ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗലോകത്തെ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഫമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. തൗഹീദിന്റെ സംസ്ഥാപനത്തിനും ശിർക്കിന്റെ വിഭാടനത്തിനും വേണ്ടി കടന്നു വന്ന ആദരവായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ താക്കീത്, ലഇൻ അശ്റക്ത, പ്രവാചകരെ താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്താൽ, ലയഹ്ബതന്ന അമലുക്, താങ്കളുടെ അമലുകളെല്ലാം ബാത്തിലായി പോകും, നിഷ്ഫലമായി പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരലോകത്ത് നഷ്ടക്കാരിൽ താങ്കൾ ഉൾപ്പെട്ടു പോകും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശിർക്കിന്റെ ഗൗരവം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേരെ നാം തിരിയുന്നതാണ്. ഫജഅൽനാഹു ഹബാഅം മൻസൂറാ, ചിതറിയ ധൂളികളാക്കി അവിടെ കർമ്മങ്ങളെ അല്ലാഹു മാറ്റുന്നതാണ്. ഇപ്പൊ ശരിയായ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ, അവന്റെ വിശ്വാസത്തിലേക്ക് ദുൽമ് കലർന്നിട്ടുണ്ടെങ്കിൽ, ശിർക്ക് കലർന്നിട്ടുണ്ടെങ്കിൽ, അവന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും, തകർന്നു പോകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ശിർക്ക് എന്നും ശിർക്കിലേക്ക് എത്തുന്ന വഴികൾ ഏതൊക്കെയാണ് എന്നും മുഅ്മിനീങ്ങൾ എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും സഹായാർത്ഥന നടത്തുകയും ചെയ്താൽ അവൻ ബഹുദൈവാരാധകനായി മാറി എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, അല്ലാഹുവല്ലാത്ത ആരാധ്യന്മാരോട്, അല്ലാഹുവിന്റെ പടപ്പുകളോട് തേടിയാൽ നിങ്ങളുടെ തേട്ടം, നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും, മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ നിർവഹിച്ച ശിർക്കിനെ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 5 വക്ത് നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല 17 തവണ ഓരോ ദിവസവും അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തുകയുള്ളൂ എന്ന് നെഞ്ചത്ത് കൈവെപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും 17 തവണ നമ്മളെ കൊണ്ട് നിർബന്ധമായും പ്രഖ്യാപിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കരാർ നിർബന്ധമായും പുതുക്കിക്കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. ആ കരാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അത്തരത്തിലുള്ള വാക്കുകൾ റബ്ബിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് അല്ലാഹുവിന് പുറമെ മറ്റു പല ശക്തികളോടും അതുപോലെ തന്നെ മറ്റു പല ദൈവങ്ങളോടും എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ സാധ്യമായി തീരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തിരുന്ന കാലഘട്ടം, ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തിയത് അവർ മുശ്രിക്കുകളായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് അവർ മുശ്രിക്കുകളായി മാറിയത്?
ബഹുദൈവാരാധകരായി മാറിയത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ അല്ലാത്ത പല വ്യക്തികളെയും പല ശക്തികളെയും അവർ ആരാധിച്ചിരുന്നു. മക്കം ഫത്തഹിന്റെ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബക്കകത്തവർ സ്ഥാപിച്ചിരുന്ന വിഗ്രഹങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട്. ആ വിഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട 2 വിഗ്രഹങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും വിഗ്രഹങ്ങൾ കഅബക്കകത്ത് അവർ സ്ഥാപിച്ചിരുന്നു എന്നതാണ്. ആരോടാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ പ്രാർത്ഥിച്ചിരുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട്, അങ്ങനെയുള്ള മുൻഗാമികളായ അമ്പിയാക്കന്മാരോട്, മുൻഗാമികളായ മഹത്തുക്കളായ ആളുകളോട്. മരണപ്പെട്ടു പോയ ആളുകളുടെ രൂപങ്ങൾ ഉണ്ടാക്കിയും രൂപങ്ങളില്ലാതെയും അവർ ആരാധിച്ചിരുന്നു. ജിന്നുകളെയും മലക്കുകളെയും അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, സഹായാർത്ഥന നടത്തിയിരുന്നു. ചില പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന വിശ്വാസമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പെൺമക്കളായ മലക്കുകളോട് പ്രാർത്ഥിച്ചാൽ, സഹായാർത്ഥന നടത്തിയാൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവർക്ക് അടുക്കുവാനും അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണന ലഭിക്കുവാനും അവർക്കത് സഹായകമായി തീരുമെന്ന അബദ്ധ വിശ്വാസത്തോടെ മലക്കുകളെ വിളിച്ചു തേടിയിരുന്ന മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകളുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവല്ലാത്ത ഒരു വ്യക്തിയോടോ ഒരു ശക്തിയോടോ ഒരു പടപ്പിനോടോ ഞാൻ പ്രാർത്ഥിക്കുകയില്ല, സഹായാർത്ഥന നടത്തുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ, തീരുമാനിക്കാൻ, ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ അമ്പിയാക്കന്മാർ അവർ അനുഭവിച്ച വിഷമഘട്ടങ്ങളിൽ, അവർ അനുഭവിച്ച പരീക്ഷണ ഘട്ടങ്ങളിൽ പടച്ച റബ്ബിനോട് മാത്രമാണ് അവർ തേടിയിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാർ, മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദീർഘകാലം രോഗശയ്യയിൽ കിടക്കുകയാണ്. മാരകമായ രോഗം ബാധിച്ച് കിടപ്പിലായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് തേടിയ തേട്ടം ഖുർആൻ പഠിപ്പിക്കുകയാണ്. 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 83-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് ആ പ്രവാചകൻ ആ പ്രയാസകരമായ ഘട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാഥനോട് ദുആ ചെയ്യുകയാണ്. റബ്ബേ, എനിക്കിതാ മാരകമായ രോഗം ബാധിച്ചിരിക്കുകയാണ്. നീ കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവരല്ലയോ? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. നീ കരുണ കാണിക്കുന്നവരിൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ്. നീ അർഹമുർ റാഹിമാണ്. അർഹമുർ റാഹിമായ അള്ളാഹുവേ, നീ എനിക്ക് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കണമേ എന്ന ആ പ്രവാചകൻ അള്ളാഹുവിനോട് തേടിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുകയാണ്. സന്താന സൗഭാഗ്യം ലഭിക്കാതെ ദീർഘകാലം പരീക്ഷിക്കപ്പെട്ട അമ്പിയാക്കന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ആത്മമിത്രമാണ്, എൻ്റെ ഖലീലാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ആദർശ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രവാചകനെ ദീർഘകാലം മക്കളെ നൽകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണ ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തേടിയത് റബ്ബിനോട് മാത്രമായിരുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിരുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതേ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ട മറ്റൊരു പ്രവാചകന്റെ ചരിത്രം കൂടി ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം 19-ാം അധ്യായം സൂറ മറിയമിന്റെ ആദ്യ പേജ് പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബിനോട് തന്റെ സങ്കടങ്ങൾ, തന്റെ വേദനകൾ റബ്ബുമായി പങ്കുവെക്കുകയാണ്. ഖുർആൻ ഇങ്ങനെയാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി, റബ്ബേ എൻ്റെ എല്ലുകളെല്ലാം ദുർബലമായി. വസ്തഗലർ റൗസു ശൈബ, മുടിയാണെങ്കിൽ നരച്ച് തിളങ്ങുന്ന അവസ്ഥയും എത്തി. എപ്പോഴാണ് എല്ലുകൾക്ക് ബലം കുറയുക? പ്രായം കൂടുമ്പോൾ. പ്രായമാകുമ്പോഴാണ് മുടികളൊക്കെ, താടി രോമങ്ങളൊക്കെ നരച്ച് തിളങ്ങുക. വസ്തഗലർ റൗസു ശൈബ, എൻ്റെ മുടിയാണെങ്കിൽ നരച്ച് തിളങ്ങുന്ന അവസ്ഥയും എത്തി. ഇനി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് പറയുന്നു. വകാനത് ഇംറഅതി ആകിറ, അല്ലാഹുവേ എൻ്റെ ഭാര്യ ആക്കിറയാണ്. ആക്കിറ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത അസുഖമുള്ള സ്ത്രീകൾക്കാണ് ആക്കിറ എന്ന് പറയുക. മലയാളത്തിൽ മച്ചി എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. അവർ ഗർഭിണിയാകുകയില്ല. ചികിത്സ നടത്തിയിരുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയില്ല, നിങ്ങളുടെ ഭാര്യ ആക്കിറയാണ്.
അല്ലാഹുവേ എൻ്റെ ഭാര്യ ആഖിറയാണ്. ഇതെല്ലാം റബ്ബിനോട് പറഞ്ഞ് തൻ്റെ സങ്കടങ്ങളെല്ലാം റബ്ബിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന വല്ലാത്തൊരു വാചകമുണ്ട്, വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ. അല്ലാഹുവേ ഇന്നേവരെ നിന്നോട് ദുആ ചെയ്തിട്ട്, അല്ലാഹുവേ ഇന്നേവരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. ഇന്നേവരെ നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. ആ പ്രതികൂലമായ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് സന്താനത്തെ നൽകി അനുഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകുകയാണ്. യാ സക്കരിയ, ഓ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഉലാം. തീർച്ചയായും ഒരാൺകുട്ടിയെ കുറിച്ച് നിനക്ക് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇസ്മുഹു യഹ്യ, അവന്റെ പേര് യഹ്യ എന്നാവണേ. യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ ഘട്ടത്തിലാണ് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കുന്നത്. എന്തിനാണ് ഈ മാരകമായ രോഗം ബാധിച്ച സമയത്ത് റബ്ബിനോട് തേടിയ തേട്ടവും സന്താന സൗഭാഗ്യം ലഭിക്കാതെ ദീർഘകാലം പരീക്ഷിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ അമ്പിയാക്കന്മാർ റബ്ബിനോട് മാത്രമാണ് തേടിയതെന്നും ആ തേട്ടത്തിന് ഫലമുണ്ടായി എന്നും ഖുർആൻ പഠിപ്പിക്കുന്നത് എന്തിനാണ്? അതേ നിലപാടുകൾ നമ്മളും സ്വീകരിക്കാനാണ്. നമുക്ക് റബ്ബ് മതി, അല്ലാഹുവല്ലാത്ത വേറൊരു ശക്തിയും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാം തന്ന ഗർഭാശയത്തിൽ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ 3 ഇരുട്ടറകൾക്കുള്ളിൽ നമ്മൾ കഴിഞ്ഞ കാലം നമ്മൾ സംരക്ഷിച്ച നാഥൻ, നമുക്ക് വേണ്ടതെല്ലാം നൽകിയ, നമ്മുടെ ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു വിഹിതം പൊക്കിൾ കൊടിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ച പ്രപഞ്ചനാഥൻ ഈ ഭൂമി ലോകത്തേക്ക് എത്തിയപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്ത് ഒരുക്കി തന്ന നാഥൻ, എണ്ണമറ്റ നിഅമത്തുകൾ നൽകി നമ്മെ ആദരിച്ച ബഹുമാനിച്ച അല്ലാഹു, ആ അല്ലാഹുവിന് ഇനി നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ടെങ്കിൽ പൂർത്തീകരിച്ചു തരാൻ കഴിയില്ലേ? എന്തിനാണ് പിന്നെ നുരുമ്പിയ എല്ലുകൾക്ക് മുമ്പിൽ പോയി കബറിടങ്ങളിൽ പോയി പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിന്റെ ആവശ്യമെന്ത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതാണ്. അല്ലാഹു അല്ലാത്ത ആളുകൾ ഔലിയാക്കന്മാരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും ജിന്നുകളാണെങ്കിലും മലക്കുകളാണെങ്കിലും അവരോടുള്ള പ്രാർത്ഥന, അവരോടുള്ള സഹായാർത്ഥന അത് ബഹുദൈവാരാധനയാണ്, ശിർക്കാണ് എന്ന് പ്രമാണങ്ങൾ കൃത്യമായി വിശദീകരിക്കുമ്പോൾ അതിൻ്റെ പുറകെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. നോക്കൂ, നിങ്ങൾ വലിയ ത്യാഗം ചെയ്ത് അല്ലാഹുവിനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായ ആളുകൾ പലരും റമളാൻ 17 രാവിനെ അല്ലാഹു അല്ലാത്ത പല ശക്തികളെയും വിളിക്കുന്നതായി നമുക്ക് കേൾക്കാൻ കഴിയും. പള്ളികളെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിച്ചത് വഅന്നൽ മസാജിദ ലില്ലാ, തീർച്ചയായും പള്ളികൾ അല്ലാഹുവിൻ്റേത് മാത്രമാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിൻ്റെ കൂടെ നിങ്ങൾ ഒന്നിനെയും ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ഇരക്കാനുള്ള ആഹ്വാനങ്ങൾ നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ബദറുമാല മനോഹരമായി ആളുകൾ ആലപിക്കാറുണ്ട്, നമുക്കത് കേൾക്കാൻ കഴിയും. എന്താണ് ആ മനോഹരമായ ഈണത്തിൽ, മനോഹരമായ ശൈലിയിൽ ആളുകളോട് ആഹ്വാനം ചെയ്യുന്നത്? എന്താണ്? യാമൻ ബിഹി ഹല്ലറദാ വമൻ ബിഹമ്മിൻ നകിദാ കുൽനാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദ്ര ശുഹദാ. ജീവിതത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും വേദനകളും യാതനകളും അനുഭവിക്കുന്ന മനുഷ്യരുണ്ടോ? നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ വിളിച്ചു തേടിക്കോ. ആരോട്? യാ അഹ്ല ബദ്ര ശുഹദാ, ബദറിൽ ഷഹീദായ ശുഹദാക്കളെ എന്ന് നിങ്ങൾ വിളിച്ചോളൂ, അഥവാ ബദരീങ്ങളെ എന്ന് വിളിച്ച് നിങ്ങൾ തേടിയാൽ നിങ്ങൾക്ക് ശിഫയുണ്ടാകും, നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും. അതുകൊണ്ട് ബദരീങ്ങളെ എന്ന് നിങ്ങൾ വിളിച്ചോളൂ എന്ന് അല്ലാഹനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനങ്ങളിൽ നിന്ന് പോലും വിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി എന്താണ് തൗഹീദ് എന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുപോയാൽ നമ്മുടെ നോമ്പുകളും നമസ്കാരങ്ങളും ഹജ്ജുകളും ഉംറകളും ദാനധർമ്മങ്ങളും എല്ലാം നിഷ്ഫലമായി പോകും എന്ന് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട്. ലഹരിക്ക് അഡിക്റ്റായാൽ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയാണ്. സ്വകാര്യതയുടെ മറവിൽ തിന്മകളിൽ മുഴുകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്മകളെ ചിതറിയ ധൂളികളാക്കി മാറ്റുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവർ നമസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, ഹജ്ജ് ചെയ്തവരായിരിക്കാം, ഉംറ ചെയ്തവരായിരിക്കാം. പക്ഷേ തിന്മകൾ ചെയ്യാൻ സ്വകാര്യമായ നിമിഷങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ മുഴുകി ജീവിക്കുകയും അത്
കൊതിക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിതറിയ ധൂളികളാക്കി അവരുടെ നന്മകളെ, അവരുടെ പുണ്യങ്ങളെ അള്ളാഹു നശിപ്പിച്ചു കളയുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട്, പടച്ചറബിനെ മാത്രം ഇബാദത്തിൽ അർപ്പിച്ചുകൊണ്ട്, ബഹുദൈവാരാധനയുടെ ശിർക്കിന്റെ ഒരു കണിക പോലും കടന്നു വരാതെ, ലഹരിയിലേക്ക് താല്പര്യം കാണിക്കാതെ, വ്യഭിചാരത്തിലേക്ക് അടുക്കാതെ, അള്ളാഹു നിഷിദ്ധമാക്കിയ തിന്മകളിൽ നിന്നും കൃത്യമായും പൂർണ്ണമായും മാറി നിന്നുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിച്ചാൽ മാത്രമാണ് അനശ്വരമായ ലോകത്ത്, സ്വർഗ്ഗലോകത്തേക്ക് പ്രവേശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുക. ആ രൂപത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസി സമൂഹത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് റയ്യാൻ എന്നു പേരുള്ള മനോഹരമായ സ്വർഗ കവാടത്തിലൂടെ യഥാർത്ഥ നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന ആ മനോഹരമായ സ്വർഗവാതിലിലൂടെ സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ നോമ്പുകാരുടെ ഗണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.